എന്താടാ അല്ല എന്താ എഴുതുന്നത്? ഇതൊരു സൈസ് വൃത്തികെട്ട സ്വഭാവമാണ് കേട്ടോ. ഇങ്ങനെ ഈ ഒളിഞ്ഞുള്ള ഈ എത്തിനോട്ടം ഉണ്ടല്ലോ, അത് പാടില്ല, അത് വൃത്തികേട്. അല്ല കൊച്ചമ്മ, എനിക്ക് പണ്ടേ ഉള്ള സ്വഭാവമാണ്. എന്തോന്ന് ഇങ്ങനെയൊക്കെയുള്ള രഹസ്യങ്ങളെ എന്തിനാണെന്ന് എനിക്ക് അപ്പോഴേ അറിയണം. അങ്ങനെയുള്ളൊരു കുഴപ്പമുണ്ട്. എന്തെന്ന് എഴുതിക്കൊണ്ടിരുന്നേ? അയ്യോ, എന്നാ എനിക്ക് അങ്ങനത്തെ സ്വഭാവമേ ഇല്ല. ഇത് ഞാൻ എഴുതിക്കൊണ്ടിരുന്നത് എനിക്ക് തോന്നിയത് നീ വലിയ കവിയല്ലേ, ചേടാ നിമിഷ കവി. ഒരു ദിവസം 4-5 കവിത എഴുതാൻ എന്തിന് എന്റെ കാര്യം ചോദിക്കുന്നത്? ഞാനും എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതിക്കോട്ടെ. ഞാനേ ഒരു നല്ല കഥ എഴുതുക. അതൊന്നല്ല, എനിക്കറിയാം. ഞാൻ സാധാരണ കവിതയൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്തെ അതിന് വന്ന് ഒളിഞ്ഞു നോക്കുന്നത് എനിക്ക് വിഷയമൊന്നുമില്ല. അതുകൊണ്ട് എന്തോ കൊച്ചമ്മ ഞാൻ നോക്കട്ടെ. എന്നാ എനിക്കത് വിഷയമാ. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോ ആരെങ്കിലും ഒന്നിങ്ങനെ എത്തി നോക്കുന്നത് മഹാവൃത്തികളെ ഇഷ്ടമേ ഇല്ല. എനിക്ക് എന്ത് രഹസ്യം ഉണ്ടെങ്കിലും അപ്പോഴറിയണം. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തെ കൊച്ചമ്മ, നമ്മുടെ ക്ലാസ്സിലെ ഗോമതി ടീച്ചറും അപ്പുറത്തെ ക്ലാസ്സിലെ ഭാർഗവ മാഷും കൂടെ എന്തോ സ്വകാര്യമായിട്ട് സംസാരിക്കുന്നു. അപ്പൊ അതെന്താണെന്ന് ഞാൻ അടുത്തൊക്കെ കറങ്ങിയിട്ട് കൂടുതൽ അടുക്കാൻ പറ്റില്ല. ടീച്ചറല്ലേ അടിച്ചേരും, പണ്ടത്തെ കാലമല്ലേ. അപ്പോൾ ഞാൻ നോക്കി, ടീച്ചറും ഭാർഗവ മാഷും കൂടെ സംസാരം തന്നെ. പക്ഷെ എനിക്ക് അതെന്താണെന്ന് അറിയാൻ പറ്റില്ല. വീട്ടിൽ ചെന്നിട്ട് കിടന്നിട്ട് ഉറക്കം തിരിഞ്ഞു കിടന്ന് പറഞ്ഞു കിടന്ന് ഉറക്കം വന്നില്ല. ഒരു വിധത്തിൽ പനി പിടിച്ചില്ല എന്നേ ഉള്ളൂ. രാത്രി 10 മണിയായപ്പോ അമ്മേ അച്ഛനും അറിയാതെ ഞാൻ നേരെ വീട്ടിൽ നിന്ന് പുറത്ത് ചാടി. നേരെ ഗോമതി ടീച്ചറിന്റെ വീട് അവിടെ നിന്ന് ഒരു 50 മീറ്ററേ ഉള്ളൂ. രാത്രി ഞാൻ പോയി കൊച്ചമ്മ, എനിക്ക് അറിയണമല്ലോ, എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമായിപ്പോയി. നേരെ ചെന്ന് ഗോമതി ടീച്ചറിന്റെ വീട്ടിൽ കയറി ചെന്നിട്ട് വാതില് മുട്ടി. ഗോമതി ടീച്ചറിന്റെ ഭർത്താവാണ് വാതില് പറഞ്ഞത്. പെട്ടെന്ന് തന്നെ ഗോമതി ടീച്ചറും വന്ന് എന്ത് ആര്? ഞാൻ പറഞ്ഞു ഗോമതി ടീച്ചറിന്റെ ക്ലാസ്സിലുള്ള കുട്ടിയാണ്. എന്ത് വന്നത്? അല്ല ടീച്ചറെ, ടീച്ചറും ഭാർഗവ മാഷും കൂടെ ഇന്ന് രഹസ്യമായിട്ട് ഒരു 1-1.5 മണിക്കൂർ സംസാരിച്ചില്ലേ? അതെന്തോന്ന് സംസാരിച്ചത്? അതറിഞ്ഞിരുന്ന് ഞാൻ അങ്ങ് പോവായിരുന്നു. പറഞ്ഞു തീരാൻ എന്റെ പൊന്നു കൊച്ചമ്മ 2 കൂടെ അടീന്ന് പറഞ്ഞ കൊറേ സമയം കണ്ടോണ്ടിരുന്നു. ഉറക്കം വന്നപ്പോ ഞാൻ തിരിച്ചിങ്ങ് പോന്നു. എടാ പരമദുഷ്ട, മര്യാദക്ക് കിടന്ന ആ കുടുംബത്തിലെ 2നെയും വിളിച്ച് എഴുന്നേപ്പിച്ച് നീ ഈ വിധത്തിലാക്കി കൊടുത്തില്ലേ നിന്റെ സംശയം ചോദിക്കാൻ പോയി. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പം 2 പേരും വേറെ പിരിഞ്ഞു കൊച്ചമ്മ. ടീച്ചറിന്റെ കയ്യിൽ വെട്ടുകൊണ്ട പാടാൻ 2 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. പിന്നെ ഗോമതി ടീച്ചറിന്റെ ഭർത്താവിന്റെ തലയിൽ ഒരു 8 സ്റ്റിച്ച്, അതും തിരിച്ച് വെട്ടിയതായിരിക്കും. ഒരു 2 മാസം കഴിയാനും ഗോമതി ടീച്ചർ വേറെ കല്യാണം കഴിഞ്ഞു. അതും 1 മാസം കഴിഞ്ഞ് വേറെ പിരിഞ്ഞു. ഭാർഗവ മാഷായിരിക്കും കാരണം. അങ്ങനെ ഒരു ശീലായി. എങ്ങനെടാ നിനക്ക് ഇങ്ങനെ പറയാൻ തോന്നുന്നത്? ചുമ്മാ ഇരുന്ന് വീട്ടിൽ കയറി ചെന്ന് കണാകുണാന്ന് ഏതാണ്ട് സംശയം എന്ന് പറഞ്ഞ് ചെന്നിട്ട് 2 തയ്യല് 8 തയ്യല് 2ാമത്തെ കെട്ട് അതും പോയി. ഭാർഗവ മാഷ്, നീയൊക്കെ ജന്മത്ത് ഗുണം പിടിക്കൂല. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ഈ കഥ ചന്ദ്രസാറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ചന്ദ്രസാറിന്റെ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട് പണ്ട്. ശരിയായിരുന്നു. ചുമ്മാതല്ല, ഞാൻ കുറെ കാലം കൊണ്ട് ആലോചിക്കുന്നു നിന്നെ എന്ത് ഇടയ്ക്ക് വെച്ച് ചന്ദ്രയുടെ പഠിത്തം നിർത്തിയെന്ന്. ഇത് തന്നെ പിന്നെ പോണ്ടാന്ന് എന്തോ എഴുതിക്കൊണ്ടിരുന്ന പറഞ്ഞേ. അത് ഞാൻ പറയാം. ഇത് എന്റെ കാര്യം, എന്റെ കഥ. കേറിപ്പോ. 8 തയ്യല് സാറിന്, 2 തയ്യല് ടീച്ചർക്ക്. ഇവനെയൊക്കെ വീട്ടിൽ നിർത്തിക്കൊണ്ടിരുന്നാലുണ്ടല്ലോ ഈ പഞ്ചായത്ത് മുടിച്ചു വാരും ഇവനൊക്കെ. കഷ്ടം. അയ്യോ. നമസ്കാരം ചേച്ചി. ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ പിന്നെ ഇവിടെ പോകാൻ എന്റെ വീട്ടിലല്ലയോ ഞാനിരിക്കുന്നത്. ഞാൻ ചേച്ചി ഓഫീസിലെങ്ങാനും പോയെന്ന് കരുതി. ഇല്ല. അല്ല രാവിലെ ഇത് എങ്ങോട്ടാ? ചേച്ചി നമ്മുടെ ഒരു ബന്ധുവിന്റെ കല്യാണം ഉണ്ട്. ലക്ഷ്മി മോളെയും കൂടെ കൂട്ടിട്ടങ്ങ് പോകാന്ന് കരുതി. അത് ശരി. ചെല്ലേ 11:30 കല്യാണം. എന്നാ അങ്ങോട്ട്. ലോകത്തുള്ള സകല കല്യാണത്തിനും കേറി ഇറങ്ങും. വീട്ടിലൊന്നും വെക്കണ്ടല്ലോ. പാടില്ല നമ്മെ നമ്മൾ പോളാവിടുന്ന് എത്തി നോക്കുന്നു. 8 തയ്യല് സാറിന്റെ മണ്ടയ്ക്ക് കൊടുത്ത മഹാൻ. അയ്യോ. ഈ പ്രശോഭേട്ടനൊരു കാര്യം. പ്രശോഭേട്ട എഴുന്നേക്ക്. 11 മണിക്കാ മുഹൂർത്തം.
മുഹൂർത്തത്തിന് നമ്മൾ പോണ അപ്പൊ കല്യാണം കാണണ്ടേ? കല്യാണം കാണാൻ തോന്നിരിക്കണം. അവൻ താലി എടുത്ത് കെട്ടും, അവൻ പെടും. ഉറക്കത്തിൽ ഓരോ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കും. സമയത്തിന് കല്യാണത്തിന് ഇറങ്ങിയില്ലെങ്കിലാണ്. ദേ പ്രശോഭേട്ടാ, അമ്മതാ ഇപ്പൊ വരുവേ, പറഞ്ഞില്ലാന്ന് വേണ്ട. നിന്റെ അമ്മ വന്നാ ഞാൻ എന്തിനു പേടിക്കണം? അതിനൊക്കെ നിന്റെ അച്ഛയില്ലേ, നല്ല രജിസ്റ്റേർഡ് തൊലിയും നട്ടലും ഇല്ല, അങ്ങേര് പേടിക്കില്ല. അല്ല ലക്ഷ്മി, എനിക്ക് അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക, നിന്റെ അമ്മ എല്ലാ കല്യാണത്തിനും പോകുമല്ല, ഒരു ഗിഫ്റ്റെങ്കിലും അവർക്ക് കൊണ്ടുപോയി കൊടുത്തു. കാരണം എല്ലാ കല്യാണത്തിനും പോയി മൂക്ക് കൂട്ടണ തിന്നുകയും ചെയ്യും. പ്രശോഭേ, ആന്റി അപ്പൊ നീ എന്നെ എന്തെല്ലാം പറഞ്ഞു അന്നേരം മുതൽ ഞാൻ ഇവിടെ നിപ്പുണ്ട്. ഞാൻ ആന്റി വരണമെന്ന് കണ്ടിട്ട് കോമഡി പറഞ്ഞതാ. എടാ, കോമഡി ഏതാണ് സീരിയസ് ഏതാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധമേ ഈ സുനിതാ മേനോനുണ്ട്, മനസ്സിലായോ? അതൊക്കെ ഉണ്ടല്ലേ. ഞാൻ കളി പറഞ്ഞതാ ആന്റി, സത്യം. എടാ, ഞാൻ നിന്നെ എന്റെ സ്വന്തം മോനെ പോണക്കല്ലടാ ഇത്ര നാളും കരുതിയത്. ആ നിന്റെ വായി നാണോടാ ഇങ്ങനത്തെ വാക്കുകളൊക്കെ ഞാൻ കേട്ടത്. കഷ്ടം. ആന്റി ഞാൻ പറഞ്ഞില്ലേ, സത്യമായിട്ട് ഞാൻ ഒരു തമാശ പറഞ്ഞതാ. ആ അമ്മ വന്നോ? പിന്നെ ആന്റി വന്നിട്ട് കുറച്ചു നേരമായി. നീ ഒരു കാര്യം ചെയ്യ്, ആന്റിക്ക് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി വിട്, ഞാൻ അപ്പോഴത്തേക്ക് റെഡി ആയിട്ട് വരാം. ആ വേഗം റെഡിയോ. എന്താ അമ്മേ, എന്തൊരു വിഷമം? അവൻ പറഞ്ഞത് കേട്ടോ നീ? ഞാൻ ഈ കല്യാണ വീടെല്ലാം പോകുന്നത് തിന്നാൻ വേണ്ടി പോകുന്നതാണോ? പ്രശോഭേട്ടനോ? ആ. ഓ ചുമ്മാ അത് കാര്യാക്കണ്ട, അത് വെറുതെ പറഞ്ഞതായിരിക്കും. എടേ, അറിയാതെ പറഞ്ഞാണല്ലോ, അവന്റെ ഉള്ളിരിപ്പ് എന്നാന്ന് എനിക്കറിയാം. ഒരു കാര്യം ചെയ്യും, അമ്മ ഇവിടെ ഇരിക്കെ, ഞാൻ ചായ എടുത്തിട്ട് വരാം. എനിക്ക് ചായ ഒന്നും വേണ്ട, നീ വാ, നമുക്കൊരു വല്ല ഹോട്ടലും കയറിപ്പോ. ഓട്ടോയിലോ? ആ. കാറുള്ളപ്പോ എന്തിനാ ഈ ഓട്ടോയിൽ പോണേ? എടി, ഇത്രയും പറഞ്ഞേച്ച് ഞാൻ ഇനി അവന്റെ കൂടെ കാറിൽ കയറി വരണോ? ഞാൻ പുറത്തിരിക്കാം, ഒരുങ്ങി വാ നീ. അമ്മേ, ഇങ്ങേർക്കിത് എന്തിന്റെ കേടായിരുന്നു? കളിക്കണൊക്കെ കൊള്ളാം, കള്ളക്കളി കളിക്കില്ലേ? ഇല്ലേ, നീയും കളിക്കരുത്. ഇല്ല, ഞാൻ കളിക്കുന്നില്ല. അതിന് മുമ്പേ ടെസ്റ്റ് ഉണ്ട്. എന്ത്? ഇത് എത്ര? 2. അപ്പൊ ഇതെത്ര? 5. അപ്പൊ ഇതെത്ര? 1. അപ്പൊ ഇത് 2. അപ്പൊ ചെരുമയ്ക്ക് കാണാം. ഇല്ല, സത്യം കണ്ടൂടാ. കണ്ടൂടല്ല? ഇല്ല. താത്തേ കറങ്ങ കറങ്ങ. സ്റ്റാർട്ട്. അയ്യേ, ചെറിയമ്മയ്ക്ക് എന്നെ പിടിക്കാൻ പറ്റൂലല്ലോ. എവിടെ? പറ്റൂലല്ലോ, ഞാൻ അടുത്താണുള്ളത്. ലക്ഷ്മി മോളെ, എടി കാലത്ത് എന്നെ കൊന്നടി, ഓടി വാടി. എന്റെ മുട്ട്, അയ്യോ. ലക്ഷ്മി, അയ്യോ അമ്മേ, എന്താ ഇവളെന്നെ ഉരുട്ടിയിട്ടടി. അയ്യോ അല്ല, നീ എന്ത് പരിപാടി കാണിച്ചേ? ചേച്ചി അറിയാതെ തട്ടി വീണതാ ചേച്ചി. അറിയാതെ, നീ മനഃപൂർവ്വം ചെയ്തായിരിക്കും. അല്ല. മിണ്ടായിരിക്കടി, നീ കയറിപ്പോ. അമ്മ അല്ല, നമ്മൾ കളിച്ചപ്പോ അറിയാതെ തട്ടി വീണതാ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സമയം ഇങ്ങനെയാണോടി തട്ടിയിടുന്നത്? അത് എന്നെ തട്ടിയിട്ടതല്ല. അമ്മ, വേദനയുണ്ടോ? എടി, മുട്ട് ഉളുക്കിയെന്നാണടി തോന്നുന്നത്. അയ്യോ, കല്യാണത്തിന് പോകാൻ പറ്റത്തില്ല. ഈ മുട്ട് ഉളുക്കിയിരിക്കുമ്പോഴാണ് കല്യാണത്തിന് പോകുന്നത്. എന്നെ പൊക്കി എവിടെയല്ലോ നിർത്തടി. വെള്ളം നനച്ച് കാലിൽ തടവിയാ മതി. സുരഭി, നീ മിണ്ടരുത്. വെള്ളം തട്ടി തടവുന്നു. നീ ഇത് മനഃപൂർവ്വം ചെയ്തതാ. അയ്യോ, ചേച്ചിയുടെ അമ്മ എനിക്ക് തള്ളിയിട്ട് എനിക്ക് എന്ത് സുഖം കിട്ടാനാ? മനസുഖം അത് തന്നെ. എന്റെ അമ്മയെ തള്ളിയിടുമ്പോ നിനക്ക് മനസ്സിനൊരു സുഖം. നീ ഇത് മനഃപൂർവ്വം വഴക്കുണ്ടാക്കാൻ വേണ്ടി ചെയ്തതാ. അല്ല, പിങ്കിമോട് ചോദിച്ചു നോക്ക്. അല്ല അമ്മ, നമ്മള് കളിച്ചോണ്ടിരുന്നപ്പോ തട്ടി താഴെ വീണതാ. പിങ്കി, ഞാൻ പല പ്രാവശ്യമായിട്ട് പറയുന്നു മിണ്ടായിരിക്കെ. കയറി പോടിയാത്ത. അമ്മ, എവിടെ ശരിക്കും ഇടിച്ചേ? ലക്ഷ്മി, എന്റെ അയൺ ചെയ്ത ഷർട്ട് എവിടെ? ഇനി എന്തിനാ ഷർട്ട് അയൺ ചെയ്യുന്നത്? ഇവിടെ ആരും കല്യാണത്തിന് പോകുന്നില്ല. കല്യാണത്തിന് പോണില്ലെന്നാ? എന്താ? ഇവിടെ എന്റെ അമ്മയെ തള്ളി താഴെയിട്ട് കാൽ വിളിക്കി അമ്മയുടെ. എന്താ സുരഭി പ്രശ്നം? അണ്ണ അത് പിന്നെ അയ്യോ, ഇച്ചിരൂടെ സോഫ്റ്റ് ആയിട്ട് ചോദിക്കും. മോളെ സുരഭി, എന്താ പ്രശ്നം? അവൾ ഉത്തരം പറഞ്ഞു തരും. നിങ്ങളുടെ അമ്മയ്ക്കാണ് ഇത് സംഭവിച്ചെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയായിരിക്കും നിൽക്കുക. ഒന്ന് നിർത്ത ലക്ഷ്മി. സുരഭി, നിങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അത് ഇങ്ങനെയൊന്നല്ല തീർക്കേണ്ടത്. നിന്റെ അമ്മേനെ ഇങ്ങനെ വീട് നടക്കണമെങ്കിൽ നീ ഇങ്ങനെ ചെയ്യൂ? അങ്ങനെ പറ മോനെ. ഇവിടെ
ഇവിടെ മനുഷ്യർ അല്പം മനസ്സമാധാനം തരണം. രാവിലെ ആകുമ്പോ തുടങ്ങിക്കോളും. അയ്യോ അമ്മ ബാ നമുക്ക് റൂമിലോട്ട് ഇരിക്കാം. ഇല്ല, എനിക്ക് നീ സ്പ്രേ എടുത്തോണ്ട് വലിക്ക. ഭയങ്കര വേദന. ഞാൻ എടുത്തിട്ട് വരാം. ശബരിമലയിൽ തങ്ക സൂര്യോദയം ശ്രീ എന്താണ് സുരഭി ഇത് കണ്ട ചാരം? പണ്ടുള്ള ആൾക്കാർ ചാരം ഇട്ടിട്ടാണ് ഈ പാത്രങ്ങളെല്ലാം കഴുകിക്കൊണ്ടിരുന്നത്. ബോർഡ് കൊള്ളാന്നിരിക്കും, തുടാന്നിരിക്കും, അറിയാമോ? പിന്നെ നമുക്കൊരു ബിസിനസ് അങ്ങ് തുടങ്ങിയാലാ. ഇതിനെ കുഞ്ഞ് പ്ലാസ്റ്റിക് കവറിനകത്താക്കി ചന്ത കൊണ്ടുപോയി വിൽക്കാം, നല്ല പൈസ കിട്ടൂന്ന്. എന്ത് പറ്റി സുരഭി? ഒന്നുമില്ല അണ്ണ. എന്തോ ഉണ്ടല്ലോ. ഞാനിപ്പൊ ഈ വീട്ടിലൊരു അധിക പറ്റായ പോലെ തോന്നണ. അയ്യോ, അതെങ്ങനെ തോന്നേ? എനിക്കിപ്പോ സ്വന്തം എന്ന് പറയാൻ വീട്ടിൽ ആരും ഇല്ലല്ല. സ്വന്തം എന്ന് പറയാൻ ഞങ്ങൾ എല്ലാരും ഇല്ലേ? അതെങ്ങനെ? അത് പ്രതീക്ഷ കുഞ്ഞു കൂടെ ഇല്ലാഞ്ഞിട്ട് തോന്നുന്നതാണ്. അല്ല അണ്ണ, ഇപ്പൊ ഞാൻ ഈ വീട്ടിൽ നിക്കുമ്പോഴേ അണ്ണൻ ചിലപ്പോഴൊക്കെ പറയാറില്ലേ വലിഞ്ഞു കയറി വന്നായിരുന്നു, അതുപോലെ എനിക്കും തോന്നുന്നുണ്ട്. അയ്യോ, എന്റെ അമ്മയുടെ അമ്മൂമ്മയുടെ ഞാൻ തമാശക്ക് പറയുന്നതാണ് അതൊക്കെ. തമാശക്കാണെങ്കിൽ അത് സത്യമാണെണ്ണ. ഇപ്പൊ സത്യമായി തുടങ്ങിയതൊക്കെ. അതിനിപ്പോ എന്ത് പറ്റി ഇപ്പം? ഞാൻ എന്റെ വീട്ടിൽ പോകണ, ഞാൻ ഇവിടെ നിക്കണില്ല. സുരഭി പോയ എന്റെ കൊച്ചമ്മയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്, കഷ്ടമായി പോകും. സുരഭിക്ക് അറിയാമോ, സുരഭി ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ ലക്ഷ്മി കുഞ്ഞു ഒന്ന് തിരിഞ്ഞു പോലും നോക്കൂല. കൊച്ചമ്മ വിളിച്ചാ വിളി കേൾക്കൂല, അടുക്കളയിൽ കയറൂല. പക്ഷെ കൊച്ചമ്മയ്ക്ക് എന്ത് വിഷമാവും അറിയാമോ? അങ്ങനെ വിചാരിച്ചളായിരുന്നേ, അങ്ങനെ തീരുമാനം എടുത്തളായിരുന്നു. എന്റെ പൊന്നല്ലേ, ഒരു കുഴപ്പമില്ല കേട്ടാ, അതൊക്കെ മാറും. എന്ത് കാര്യം? എന്ത് മുത്തു? ഓ മുത്തു, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോടാ. ഇതാ പറഞ്ഞ കൈ ഒഴിഞ്ഞില്ല കൊച്ചമ്മ, അതുകൊണ്ടാണ്. എടാ, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഒരു ജഗ്ഗിൽ കുറച്ച് വെള്ളം ഇവിടെ കൊണ്ടുവെക്കുക, അത് ഞാൻ എടുത്ത് കുടിക്കൂലേ? അല്ല, ജഗ്ഗിൽ വെള്ളം വെച്ചിരുന്നാലും എടുത്തു തരാൻ ഞാൻ തന്നെ പറഞ്ഞല്ലോ. ഓ, അത് ശരി. അത്രയ്ക്ക് നീ എന്നെ അങ്ങോട്ട് ഒരു രോഗിയാക്കരുത്. അത്യാവശ്യം ഇച്ചിരി വെള്ളമൊക്കെ എടുത്ത് കുടിക്കാൻ എനിക്ക് പറ്റും. അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് കാണണം. അടുക്കള വന്ന് കൊച്ചമ്മ വെള്ളം എടുത്ത് കുടിക്കണം. അടുക്കള വരെ വന്ന് കൊച്ചമ്മ വെള്ളം എടുത്ത് കുടിക്കണം. അതെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാൻ നിനക്ക് പോലെ ഒരാളെ വെക്കാം. വെള്ളം എടുത്തു തരാനാ? അല്ല, എല്ലാ കാര്യങ്ങളും പറയാതെ നോക്കിക്കണ്ട് ചെയ്യുന്ന ഒരാളെ വെക്കാം. എന്താ ഒരു തമാശ പറഞ്ഞു ഒണ്ണ കയറി സീരിയസ് ആവേണ്ട വല്ല കാര്യം തമാശ ആയിരുന്നോ? അപ്പൊ പറയാത്ത നീ ഒരു കാര്യം ചെയ്യണം. എന്തെങ്കിലും പറയുമ്പോഴേ തമാശ ആണെങ്കിൽ കൊച്ചമ്മ ഞാൻ തമാശ പറയാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി. അപ്പൊ ഞാനിവിടെ ചേരാം. ഇനി തമാശ അല്ലാത്തൊരു സീരിയസ് കാര്യം പറയട്ടെ. എന്താണ്? അതായത് സുരഭി അടുക്കള വന്ന് നിന്ന് കരയുന്നു. കരയുന്നു? അതായത് ഞാൻ ഇവിടുന്ന് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അധിക പറ്റാണോ എന്നൊക്കെ ചോദിച്ച് കരയുന്നു. കാര്യം എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. അയ്യോടാ, എന്തുവാ കാര്യം? ഒന്നും പറഞ്ഞില്ല. നീ അവളെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, ഞാൻ വിളിക്കുന്നെന്ന് പറ. ഓ, അധികപ്പറ്റാണെന്നോ? അങ്ങനൊക്കെ തോന്നാനുള്ള കാര്യം എന്തോ? അയ്യോ, കഷ്ടം തന്നെ ദൈവമേ. എന്റെ കാര്യം ഈ കൊച്ചിന് എന്തുവാ? നല്ല ഉടക്കം നടന്നതെന്തോ ആർക്കറിയാം. ഏതു നേരം അതാണല്ലോ ജോലി രണ്ടിനും കൂടെ. ഇവിടെ വാ. എന്താ പോളെ, നീ ഏതാണ്ട് മുത്തുവിനോട് പരാതി പറഞ്ഞെന്നോ സങ്കടം പറഞ്ഞെന്നൊക്കെ പറഞ്ഞു. എന്തുവാ കാര്യം? ഞാൻ ഇവിടെ നിൽക്കുന്നത് ആർക്കും ഇഷ്ടമല്ല അമ്മ, എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാ. എന്നാ ആര് പറഞ്ഞു? ഞാനും പിങ്കി മോളും കൂടെ കണ്ണ് കെട്ടി കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ലക്ഷ്മി ചേച്ചിയുടെ അമ്മ വന്ന് ഇടയിൽ കയറി. ഞാൻ അറിയാതെ അവരെ കയറി ഇടിച്ചു. അവർ തറയിൽ വന്ന് വീണ്. അതിന്റെ പേരില് ലക്ഷ്മി ചേച്ചിയും പ്രക്ഷോഭൻ എന്നെ കുറെ വഴക്ക് പറഞ്ഞു. ചേച്ചി വഴക്കൊന്നും എനിക്ക് വിഷമമില്ല. അണ്ണ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അമ്മ. എന്റെ കുഞ്ഞെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നീ ഇപ്പൊ ഇവിടെ വന്ന് ഇത്രയും കാര്യമായിട്ടൊക്കെ നിൽക്കുന്നത്, നീ ആരെ നോക്കാനാ വന്ന് നിൽക്കുന്നത്? പറ. അമ്മയെ നോക്കാനാണല്ലോ. പിന്നെ നീ ബാക്കിയുള്ളവർ നോക്കുന്നത് എങ്ങനെയാണോ, നീ അവരെ എങ്ങനെ നോക്കുന്നോ, ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല മോളെ. വിട്ടുകൾ അവരെയൊക്കെ.
നീ എന്നെ നോക്കാൻ വന്ന് നിൽക്കല്ലേ. എനിക്ക് ഇതിനെ കുറിച്ച് ഒരു പരാതിയില്ല, സങ്കടവുമില്ല. എന്താണെന്നറിയാമോ, നീ എന്റെ പ്രതീക്ഷന്റെ പെണ്ണ. ആ വിചാരം നിനക്കും വേണം എപ്പോഴും, കേട്ടോ. ആ, എനിക്ക് എന്റെ മോളെ പോലാ നീ. ചുമ്മാ വെറുതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ടോണ്ട് നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നേ? ആ, ചെല്ല്, അതൊക്കെ ഞാൻ കള പോയി പിടിക്കായിട്ട് ജോലിയൊക്കെ ചെയ്യും. എല്ലാ പെൺപിള്ളേരുടെയും വിചാരം ഇത് തന്നെ. ഭർത്താവിന്റെ വീട്ടിൽ വന്നോ പിന്നെ അവരുടെ അവസ്ഥ ഇങ്ങനെയാണെന്ന ആർക്കും വേണ്ട, ആർക്കും ഇഷ്ടമല്ല. എന്ത് ചെയ്യും ഭഗവാനെ. എടി എവിടൊക്കെ ഉണ്ടെന്ന് അറിയത്തില്ല വേദന. നീ ഇവിടെ കൂടെ തിരുമിക്കേ. ഇവിടെ ഇടിച്ചാ? ആ, അയ്യോ, ഇടിച്ചാലേ എവിടൊക്കെ അടി ഇടിച്ചത്. അല്ല ഇനിയിപ്പോ ഫ്രാക്ചർ എന്തെങ്കിലും ഉണ്ടാവോ? അങ്ങനെയാണെങ്കിൽ പ്ലാസ്റ്റർ ഇടേണ്ടി വരും. ഏയ് അങ്ങനൊന്നും ഇല്ല. അങ്ങനെയൊന്നും ഇല്ലെന്ന് നമ്മളല്ലല്ലോ പറയണ്ടേ, ഡോക്ടർ വേണ്ടേ? എന്നാലേ എനിക്ക് വേദനയില്ല. ആ വേദനയില്ലേ? എന്നാ നമുക്ക് കല്യാണത്തിന് പോവാം. ഇപ്പോഴോ? ആ, എടി മുഹൂർത്തം കഴിഞ്ഞില്ലേ? ഇപ്പൊ അങ്ങോട്ട് പോയിട്ട് എന്തൊടുക്കാനായിട്ടാ? മുഹൂർത്തം കഴിഞ്ഞാൽ എന്താ, സദ്യ എവിടെ ഇല്ലേ? സദ്യ ഉണ്ടാ പോരെ? ആ ആ, എന്നാ പിന്നെ നമുക്കങ്ങ് പോവാം. ബാ. അമ്മ ഞാൻ വരുന്നില്ല കേട്ടാ. അതെന്ത്? എനിക്കൊരു മൂടി. എന്നാ വരണ്ട. പ്രശ്നപ്പെട്ടും വരുന്നുണ്ടോ? ഞാൻ എടി നിന്നോട് ഞാൻ രാവിലെ ഒരു കാര്യം പറഞ്ഞില്ലേ? ഈ സുനിതാമേനോട് ഒരു കാര്യം പറഞ്ഞ അങ്ങനെ തന്നെ ഇരിക്കും. എന്നാ വാ, നമുക്ക് ഓട്ടോയിൽ പോവാം. മെല്ലെ കുളിക്കുക കാല. ഒന്നും സാരമില്ല, മതി. പോയിട്ട് വരാം. അച്ഛാ, അച്ഛൻ ചെറിയമ്മ വഴക്ക് പറഞ്ഞല്ലേ? അതെ. എന്താ പറയണ്ടായിരുന്നു അച്ഛാ. സുരഭി അല്ലേ അമ്മാമ്മയെ തള്ളിയിട്ടത്? അച്ഛ അത് മനഃപൂർവ്വം ചെയ്തതല്ല, നമ്മള് കളിക്കണേന്റെ ഇടയിൽ അറിയാതെ തട്ടി വീണതാ. പാവ. അത് പോട്ടെ. ചെറിയമ്മ, എന്ത് മോളെ? ഞാൻ കാരണമല്ലേ ചെറിയമ്മയ്ക്ക് വഴക്ക് കിട്ടിയത്. അതൊന്നും കുഴപ്പമില്ല, അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടാ. മോളെ, ഞാൻ പറഞ്ഞത് നിനക്ക് വിഷമമായല്ലേ? ഇല്ലണ്ണാ, കുഴപ്പമില്ല. നീ എന്റെ അനിയത്തി എന്നുള്ള സ്വാതന്ത്ര്യത്തിലാ നിന്നോട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അല്ലെങ്കിൽ ആ വഴക്ക് എങ്ങനെ പോകുന്നു നിനക്കറിയാലോ. പിന്നെ ആന്റിയുടെ സ്വഭാവം നിനക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. എനിക്കറിയാം അണ്ണ. പിന്നെ എനിക്ക് അച്ഛനില്ലല്ലോ. അച്ഛന്റെ സ്ഥാനത്താണ് ഞാൻ അണ്ണനെ കാണുന്നത്. അപ്പൊ എനിക്ക് എന്താവശ്യം വന്നാലും അണ്ണ എന്റെ കൂടെ ഉണ്ടാവും എനിക്കറിയാം. പിന്നെ ഞാനൊരു ഭാരം എന്ന് പറഞ്ഞപ്പോഴാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. സോറി മോളെ. അണ്ണ സോറി ഒന്നും പറയില്ലേ അണ്ണ, അതൊന്നും കുഴപ്പമില്ല, എനിക്കറിയാലോ. എന്നാ പിന്നെ ചെറിയമ്മയ്ക്കൊന്ന് ചിരിച്ചൂടെ? ചിരിക്ക് ചെറിയമ്മ, ചിരിക്ക്. അതെ പ്രസവം, ഞാൻ എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. വരട്ടാ? അതെ, ഞാൻ വേലക്കാരനാണ്, ഇങ്ങനെ പറയാൻ പാടില്ല, എങ്കിലും ഞാൻ പറയാം. സുരഭി എടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിച്ച വളരെ മോശമായിപ്പോയി. എന്തുമാത്രം വിഷമിച്ചാണെന്ന് അറിയാമോ? വളരെ മോശം പറഞ്ഞാൽ വളരെ മോശം. ഇനി മേലെ ഇത് ആവർത്തിക്കരുത്. മുത്തോടാ, ഉണ്ടായി പ്രശ്നമാണൊന്നും പറയരുത്. അല്ല, ഞാൻ സുരഭിക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാ പറഞ്ഞ ഒന്നും പറയരുതെന്ന്. അതുകൊള്ള. ഇപ്പം അനിയത്തിയും ചേട്ടനും അങ്ങ് ഒന്നായ. എന്റെ മുത്തു അങ്കിളെ, നമ്മളിവിടെ എല്ലാ പ്രോബ്ലംസും പറഞ്ഞ് സോൾവ് ചെയ്തു. തന്നെ? ഓ തന്നെ തന്നെ. ശരി, ഇതൊക്കെ എപ്പോഴ്? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം.
ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.